യുഎസിന്റെ തീരുവ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക ഉച്ചകോടിയാണ് ഡൽഹിയിൽ നടക്കുന്നത്. ഈ ഉച്ചകോടിക്ക് ശേഷം ഈ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകും. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പൂർത്തിയായതായി കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. പ്രധാനമായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അല്ലെങ്കിൽ ഇരുപക്ഷവും തമ്മിലുള്ള ആശങ്കകൾ എല്ലാം തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന ചർച്ചകളിൽ പങ്കുവച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഡൽഹിയിൽ എത്തിയ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുടെ നേതൃത്വത്തിലുള്ള സംഘം അന്തിമഘട്ട ചർച്ചകൾ നടത്തുകയും കരാർ അന്തിമമാക്കുകയും ചെയ്തിരിക്കുന്നത്. 6 മാസത്തിനകം തന്നെ നിയമപരമായ നടപടികളെല്ലാം പൂർത്തിയാക്കി ഈ കരാറിൽ ഒപ്പുവെക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത വർഷം മുതലായിരിക്കും ഈ കരാർ പ്രാവർത്തികമാകുക. ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു കരാറാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ എന്നുള്ളത്. ലോകത്ത് സ്വതന്ത്ര വ്യാപാര കരാറുകളുടെ മാതാവ് എന്നാണ് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ഈ ഒരു കരാറിനെ വിശേഷിപ്പിച്ചത്. ലോക വിപണിയുടെ ഏതാണ്ട് കാൽഭാഗത്തോളം ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും തമ്മിലുള്ള ഈ ഒരു കരാർ എന്നുള്ളത്. പ്രധാനമായും വിവിധ വസ്തുക്കൾ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായ ഒന്ന് വിദേശ നിർമ്മിത യൂറോപ്യൻ നിർമ്മിത കാറുകളുടെ തീരുവ 40% കുറയ്ക്കാൻ ധാരണയായിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ 110% നികുതിയാണ് 40% കുറയ്ക്കുന്നത്. ഇതോടെ ഈ കാറുകൾ കൂടുതലായി ഇന്ത്യൻ വിപണിയിൽ എത്തുന്നത് അടക്കമുള്ള മാറ്റങ്ങൾ ലോക വിപണിയിൽ ഇത് ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.